പാലക്കാട്ടെ കർഷകരുടെ വേദനയുടെ കഥകളാണ് നമുക്ക് പറയാനുള്ളത്. സന്തോഷ് സർലിംഗ് അവിടെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. പാലക്കാടൻ കർഷകർക്ക് ഇത് പട്ടിണിയുടെ ഓണമാണ്. നെല്ല് സംഭരിച്ച തുക നൽകാതെ ഒളിച്ചു കളിക്കുകയാണ് സർക്കാർ. രണ്ടാം വിള നെല്ല് സംഭരിച്ചിട്ട് മാസമേറെയായിട്ടും തുക നൽകുന്നതേയില്ല. സന്തോഷമുണ്ട് നമ്മളോടൊപ്പം. സന്തോഷ്, ഗുഡ് മോർണിംഗ്. സന്തോഷേ, ഓണക്കാലമാണ്, എല്ലാവരും ആഘോഷിക്കുന്ന സമയമാണ്. പക്ഷേ പാലക്കാട്ടെ കർഷകർക്ക് പറയാനുള്ളത് വേദനയുടെ ജീവിതകഥയാണോ? മനു, രണ്ടാം വിള നെല്ല് എന്ന് പറയുമ്പോൾ അത് ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ അതിൻ്റെ സംഭരണം ഒക്കെ കഴിഞ്ഞതാണ്. അതെല്ലാം കഴിഞ്ഞ് സാധാരണ ഒരു 2 ആഴ്ച 3 ആഴ്ചക്കകത്ത് കർഷകർക്ക് എല്ലാവർക്കും പൈസ നൽകേണ്ടതുമാണ്. പക്ഷേ ഇപ്പോൾ ചിങ്ങം 1 ഈ സമയത്ത് പോലും നെൽകർഷകർക്ക്, പാലക്കാട് നെൽകർഷകർക്ക് ആ സംഭരിച്ച നെല്ലിൻ്റെ അല്ലെങ്കിൽ അവർ കഴിഞ്ഞ കുറേ വർഷമായി അധ്വാനിച്ചതിൻ്റെ തുക ഇതുവരെ സർക്കാർ നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും പരിതാപകരം. ഇപ്പോൾ ഈ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയുടെ സാമ്പത്തികം തന്നെ നിൽക്കുന്നത് നെൽകർഷകരെ ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ അവരുടെ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ പാലക്കാട് ജില്ലയുടെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളെ ബാധിക്കും, GDP ബാധിക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ ഓണവിപണിയൊക്കെ അല്പം മന്ദതയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരികയാണ്. കാരണം അവരുടെ കയ്യിൽ, കർഷകരുടെ കയ്യിൽ പൈസയില്ല, പൈസ തുക എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ സീസൺ, മഴ സീസണിലേക്ക് കൃഷി ആരംഭിക്കാൻ അവർ പലയിടത്തും പണയമെടുത്തു, കടമെടുത്തു. ഇനി അങ്ങോട്ട് പണയം വയ്ക്കാനൊന്നുമില്ല എന്നാണ് പല കർഷകരും. അങ്ങനെ ഒരു ദാരിദ്ര്യമായ പശ്ചാത്തലമാണ് ഇപ്പോൾ ഈ ചിങ്ങം 1 കഴിഞ്ഞ് ഇപ്പോൾ 2ാം ദിനത്തിൽ പോലും നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി കണക്കുകളുടെ കാര്യം എടുത്താൽ 150 കോടിയിലേറെ രൂപയാണ് കർഷകർക്ക് പാലക്കാട് ജില്ലയിൽ ഈ നെൽ സംഭരിച്ച് കാര്യമായി നൽകേണ്ടി വരുന്നത്. അതായത് ഏകദേശം 58,000-ഓളം കർഷകർ ഇന്ന് സപ്ലൈക്കോ പെട്ടെന്ന് തന്നെ ഈ നെല്ലൊക്കെ സംഭരിച്ചു ഒരു 5 മാസം മുമ്പ്. പക്ഷേ അതിനുശേഷം ഇലക്ഷൻ വന്നതുകൊണ്ട് മാത്രം ആ തുക നൽകില്ല. അതിനുശേഷം അത് നൽകേണ്ടതാണ്, ആ പ്രോസസ്സ് മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ ആ പ്രോസസ്സ് സ്റ്റോപ്പായി. ഇപ്പോൾ പിന്നീട് ഇടയ്ക്ക് വീണ്ടും ആരംഭിക്കും. എന്നാൽ ഇപ്പോഴും 34,860-ഓളം കർഷകർക്ക് 150 കോടിയിലേറെ രൂപ നൽകാനുണ്ട് എന്നാണ് സപ്ലൈക്കോയുടെ കണക്ക്. അപ്പം നമുക്കറിയാം പാലക്കാടിൻ്റെ ഒരു ഭാഗം തന്നെ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു എന്നതാണ് എൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സപ്ലൈക്കോ നൽകുന്നില്ല എന്ന് വെച്ചാൽ അതിന് കുറേ നൂലാമാലകളാണ് പറയുന്നത്. അതായത് സപ്ലൈക്കോ നൽകുന്നത് ബാങ്കുകൾ കൺസോർഷ്യത്തിൽ നിന്ന് പൈസ എടുത്ത് കർഷകർക്കാണ്. അപ്പോൾ ഇത് സാധാരണ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലം കഴിയുന്ന അവസാനം വരെ സഹകരണ ബാങ്കുകളെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ പൈസ നൽകിയിരുന്നത്. അതുകൊണ്ട് ഈ സഹകരണ ബാങ്കുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് ചുറ്റും കർഷകവുമായി ബന്ധപ്പെട്ടുള്ള ബാങ്കുകളായതുകൊണ്ട് തന്നെ ആ തുകയൊക്കെ കൃത്യമായി നൽകുമായിരുന്നു. പക്ഷേ അത് മാറ്റി പൊതുമേഖലാ ബാങ്കാക്കി. അതോടുകൂടി വരവില്ല, ഒന്നുമില്ല. ഇപ്പോൾ വലിയൊരു പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും കർഷകർ പോവുകയാണ്. അവർക്കിനി മുന്നോട്ടുള്ള ഉപജീവന മാർഗം തന്നെ തടസ്സപ്പെട്ടിരിക്കുന്നു. ഈ ഓണം എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ദുരിതത്തിൻ്റെയും പട്ടിണിയുടെയും അല്ലെങ്കിൽ ഈ പൈസയ്ക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിൻ്റെതായി മാറുമോ എന്ന് മാത്രമേ സംശയമുള്ളൂ. അല്ല, ഒരു കാര്യമുണ്ട് സന്തോഷ്, ഈ കാര്യം പറയുമ്പോഴും ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി കൊച്ചിയിൽ പറഞ്ഞത് അതായത് നെല്ല് സംഭരിക്കുന്ന വേളയിൽ തന്നെ പണം അക്കൗണ്ടിലേക്ക് ഉറപ്പാക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത് എന്നാണ്. അപ്പോൾ ആ വാക്ക് അത് പാഴ്വാക്കായതാണോ? മനു, ഇന്നലെ കർഷക ദിനമാണ്. കർഷക ദിനം സർക്കാർ വിപുലമായി തന്നെ എല്ലാ ജില്ലകളിലും ആഘോഷിച്ചു. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തുമ്പോഴാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇത് പറയുന്നത്. VD സതീശൻ സർക്കാർ ഈ അധികാരമേറ്റ ഉടൻ തന്നെ പാലക്കാട് ജില്ലയുടെ മുമ്പിൽ നിന്നെത്തിയ ആദ്യത്തെ പ്രശ്നം, പാലക്കാട് മാത്രമല്ല ആലപ്പുഴ അടക്കമുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആദ്യത്തെ പ്രതിസന്ധി രണ്ടാം വിള നെല്ല് സംഭരിച്ചതിൻ്റെ തുക നൽകാണ്ട് പ്രശ്നത്തെക്കുറിച്ച് അറിയാം. പക്ഷേ അക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല. ഏത് ബാങ്ക് വഴി എങ്ങനെ കൊടുക്കും എന്ന സാങ്കേതികത്വത്തിലാണ്. അവസാനം ആ സാങ്കേതികത്വത്തിൽ നീങ്ങിയപ്പോഴേക്കും കാലം കുറയായി. ഇപ്പോൾ ഏറ്റവും അവസാനം തുക നൽകാൻ ബാങ്കുകൾ പോലും വിമുഖത കാണിക്കുകയാണ്. ഇനിയിപ്പോൾ അതിന് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ അവർക്കൊരു ബാങ്ക് ഗ്യാരണ്ടി നൽകിയാൽ മാത്രമേ അവർ കർഷകർക്ക് നൽകുള്ളൂ. അപ്പോൾ ഇത് അങ്ങ് അതായത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ വരേണ്ട ഒരു തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനമൊക്കെ മറച്ചു വയ്ക്കാൻ എളുപ്പമാണ് ഇത്തരം വാചകമടി പ്രസംഗങ്ങൾ എന്ന് തന്നെ പറയാൻ കഴിയുകയുള്ളൂ. കാരണം വരമ്പത്ത് കൂലി എന്ന് പറയുമ്പോൾ നിലവിൽ കൂലി നൽകിയിട്ടില്ല. അത് വലിയൊരു പ്രശ്നത്തിലാണ്. ഇന്നലെ അദ്ദേഹം ആ പ്രസംഗം നടത്തുന്ന അതേ സമയത്താണ് പാലക്കാട് ജില്ലാ സപ്ലൈകോ ഓഫീസ് ഒരുപറ്റം കർഷകർക്ക് ഉപരോധിക്കേണ്ടി വന്നത്. അവസാനം 24-ാം തീയതിക്കകം തുക നൽകാം എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ 24-ാം തീയതിക്ക് എങ്ങനെ തുക നൽകും എന്നത് സംബന്ധിച്ചുള്ള ഒരു അനിശ്ചിതത്വമുണ്ട്. ഒരു 100 കോടി രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു സബ്സിഡി ആയിട്ട്. ഈ തുക മാറ്റുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും വാക്കുകൾ പോലെ അല്ല, അത്ര എളുപ്പമല്ല അഡ്മിനിസ്ട്രേഷൻ ലെവൽ. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, കാരണം അഡ്മിനിസ്ട്രേഷൻ രീതി അനുസരിച്ച് സപ്ലൈകോയ്ക്ക് നെല്ല് സംഭരിച്ച്
ഭരിക്കുന്നതിനോടൊപ്പം തുക നൽകാനുള്ള ശേഷിയില്ല. ആ തുക ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്ന് എടുത്താണ് കൊടുക്കുന്നത്. ബാങ്ക് കൺസോർഷ്യത്തിന് സർക്കാർ ഒരു ഗ്യാരണ്ടി തുക നൽകണം. അതായത് ഈ ക്യാബിനറ്റ് ഒരു ഡിസിഷൻ എടുത്താൽ മാത്രമേ ഇത് എത്തുകയുള്ളൂ. ആ ഡിസിഷൻ എടുക്കാതെയാണ് മുഖ്യമന്ത്രി എറണാകുളത്ത് വന്ന് ഈ വരമ്പത്ത് കൂലി എന്ന വലിയ പ്രസംഗം നടത്തി കർഷകരെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അവർക്കറിയാം, അവർക്ക് നിരാശ തന്നെയാണ് ഈ വിഷയത്തിൽ ഉടനീളമുള്ളത്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വാചകസത്തിനപ്പുറം തീരുമാനമെടുക്കാൻ കഴിയില്ല. നമ്മൾ തന്നെ കുറച്ചു മുമ്പ് കണ്ട് ചെണ്ടുമല്ലിപ്പൂ കൃഷി എന്ന് പറയും. അതുപോലും മറ്റൊരു പ്രതിസന്ധി കാരണം ചെണ്ടുമല്ലിയാണ് പാലക്കാട് കൃഷി ചെയ്യേണ്ടി വരുന്നത്. നെൽപ്പാടങ്ങൾ പലതും ചെണ്ടുമല്ലിയിലേക്ക് പോയത് നെൽപ്പാടങ്ങൾ നെല്ല് വിറ്റ് പൈസ കിട്ടുന്നില്ല, പകരം ഈ സീസൺ സമയത്ത് ആ ചെണ്ടുമല്ലി കൃഷി നടത്തിയെങ്കിലും വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ്. അതും മറ്റൊരു പ്രശ്നം കൊണ്ടാണ് അത് ഉണ്ടാക്കി. അങ്ങനെ പലരും ആ കാർഷിക വൃത്തിയിലേക്ക് പോകുന്നത് കാരണം അവരുടെ ശീലം നെല്ലാണ്. പക്ഷെ അത് മാറ്റി ചെണ്ടുമല്ലിയിലേക്ക് പോകുന്ന അതെങ്കിലെന്തെങ്കിലും വരുമാനം കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. എന്തായാലും ഇത്തരം വാചകകൃഷത്തുകൾ കൊണ്ടൊന്നും അവരുടെ പ്രതിസന്ധി ഇപ്പോൾ പരിഹരിക്കാൻ കഴിയില്ല. എത്രയും വേഗം സംഭരിച്ച നെല്ലിൻ്റെ തുക, അതായത് അവരുടെ അധ്വാനത്തിൻ്റെ ഫലം നൽകിയേ മതിയാവുകയുള്ളൂ. മനുഷ്യൻ